എനിക്കറിയാം ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്യുമ്പോൾ നാട്ടിൽ നല്ല ഇലക്ഷൻ്റെ ചൂട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ആ ചൂടിലൊക്കെ തന്നെയാണ്. രാവിലെ തന്നെ നമ്മളും ഇലക്ഷൻ്റെ ചൂടിലേക്ക് കയറി. രാവിലെ ഓഫീസിലും സ്കൂളിലൊക്കെ പറഞ്ഞു വിടേണ്ടവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഞാനും ലിജോയും നേരെ അടുക്കളയിൽ കയറി കേട്ടോ. ഇവിടെ രാവിലെ സമയം അബുദാബി 7:30 ആവുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുക്കള ഇരുന്ന് കാണുന്നത് കേട്ടോ. ഞാൻ കിച്ചണിൽ ഐപാഡിൽ ഇരുന്ന് കാണുന്നതുകൊണ്ട് ലിജോപ്പനും കമ്പനി തരാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക്. അല്ലെങ്കിൽ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ കമ്പനി കൂടി കാണുമ്പോഴല്ലേ ഒരു സുഖമല്ലേ. ടിവിയിൽ ഡെയിലി ബ്ലെസ്സിംഗ് നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ അടുക്കളയിലാണ് ഗൈസ്. തൽക്കാലം കിച്ചണിൽ ഇരുന്നോളം വെക്കാനുള്ള വകുപ്പേ ഉള്ളൂ. ബിക്കോസ് ജസ്റ്റ് രാവിലെ ഡെയിലി ബ്ലെസ്സിങ് കൂടിക്കൊണ്ടിരിക്കുക ടിവിയിൽ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പ്രാർത്ഥിക്കുന്നവരെ നമ്മളായിട്ട് എന്തിനാ ശല്യപ്പെടുത്തുന്നേ, അടുക്കളയെങ്കിൽ അടുക്കള. അതിപ്പോൾ ഇലക്ഷൻ്റെ ചൂടിന് ഇന്ന സ്ഥലമൊന്നുണ്ടോ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ലിജോയും ഇന്ന് ഓഫ് എടുത്തേ, ഞാനും ഓഫ് എടുത്തു. ജസ്റ്റിയോട് ഞങ്ങൾ പറഞ്ഞു തന്നെ ഓഫ് എടുക്കാൻ. ജസ്റ്റിക്ക് പക്ഷേ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പിന്നെ ഓഫ് ഒന്നും എടുക്കാൻ പോയില്ല. അടുക്കള ഇരുന്ന് തന്നെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ പൊളിക്കാണ്ടായിരുന്നേ. ഇതാകുമ്പോൾ അടുക്കളയിലെ പണിയും തീരും, ഇലക്ഷൻ റിസൾട്ടും കാണാം. ദേ അങ്ങനെ രാവിലെ നല്ല എല്ലും കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇലക്ഷനൊക്കെ ആയിക്കൊണ്ട് പിന്നെ ഇതൊന്നും കഴിച്ചില്ലേ പിന്നെ അതുകൊണ്ടാണ് എല്ലും കപ്പ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല ജസ്റ്റ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു വിടണ്ടല്ല കഴിപ്പിച്ച് വിടണ്ടേ. അതുകൊണ്ട് എല്ലും കപ്പയൊക്കെ സെറ്റ് കേട്ടോ. ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് ടിവിയുടെ മുമ്പിൽ പോയിരിക്കാമല്ലോ. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല എല്ലും കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശക്കൊന്നും ഇല്ലെന്നേ. അതാകുമ്പം വൈകുന്നേരം വരെ സ്വസ്ഥമായിട്ടിരുന്ന് ന്യൂസും കണ്ടങ്ങ് ഇരിക്കാമല്ലോ. നമ്മുടെ കിച്ചണിൽ നല്ല ഓളത്തിൽ ഞങ്ങൾ ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ഹോളിൽ ചെന്നപ്പോഴത്തെ അവസ്ഥ നോക്കിയേ. എന്ത് ശാന്ത സുന്ദരമായ അന്തരീക്ഷം. കാരണം ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഡെയിലി ബ്ലെസ്സിങ് കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആകുന്നിടം വരെ ഒരു വിധത്തിൽ കിച്ചണി അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി കാപ്പിയും കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ തനി സ്വഭാവം എടുത്തു. ജസ്റ്റ് ഞങ്ങൾ പതുക്കെ അവിടെ ഓടിച്ചു വിട്ടു കേട്ടോ. എന്തായാലും നേരമാണ് കിച്ചണിൽ ഇരിക്കുന്നത്. അങ്ങനെ വളരെ സമാധാനപരമായി പ്രതിഷേധം നടത്തിയ ഞങ്ങളെ പോലീസ് ഒരു പ്രകോപനവും ഇല്ലാതെ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞതുപോലെ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ടി വി കണ്ടുകൊണ്ടിരുന്ന ജസ്റ്റിയെ ഞങ്ങളോട് ഓടിച്ചു കേട്ടോ. അങ്ങനെ ഫൈനലി ടിവിയുടെ റിമോട്ട് ഞങ്ങളുടെ രണ്ടിനെയും കൺട്രോളിലായി. ഇനി ജസ്റ്റിയുടെ സ്ഥാനം കടക്ക് പുറത്ത്. കാരണം ജസ്റ്റിക്ക് ജോലിക്ക് പോകണം. എന്നതാണേലും ജസ്റ്റി ഒരു ശാന്തപ്രിയനായതുകൊണ്ടും സമാധാന അന്തരീക്ഷം വീടിൻ്റെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുകൊണ്ടും ജസ്റ്റ് പ്രാർത്ഥിച്ച് ജോലിക്ക് പോയി കേട്ടോ. പിന്നെ ജസ്റ്റ് പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ലോകം. അങ്ങനെ ഞാനും ലിജോപ്പനും ചെറുതായിട്ടൊരു ചില്ലൊക്കെ അടിച്ച് നേരെ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ചൂടിലേക്ക്. അപ്പോൾ ശരിയെന്നാൽ പോയിച്ചും വരാം.